ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് റോസ്താഗ് മലയാളി അസോസിയേഷൻ്റെ പൊന്നോണം 2025 എന്നുള്ള പരിപാടിക്കാണ് കേട്ടോ. തിരുവോണത്തിന് അന്നായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും തുടങ്ങിയതാണ്. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നിറയെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. വലിയവരുടെയും കുട്ടികളുടെ ഒക്കെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം ഇരുന്നു. പിന്നെ ബാക്കിലായിട്ട് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോയി. അതിഗംഭീരമായൊരു സദ്യ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സദ്യ, പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടിയിട്ട് അടിച്ചു പൊളിച്ചൊരു സദ്യ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളിരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടു. കുട്ടികളുടെ ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ വടംവലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിള്ളേരൊക്കെ അലമ്പായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. സാരി വന്നിട്ട് ഞാൻ പുളിമുട്ടിൽ സിൽക്സിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. സെറ്റ് മുണ്ടുമായിരുന്നു ഞാൻ ഇപ്രാവശ്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. പിന്നെ പാച്ചുട്ടീൻ്റെ കുർത്ത ഞാൻ തയ്ച്ച അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വിചാൻ്റേതും നമ്മൾ പുളിമുട്ടിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും